ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോ ഐ. ഇന്ന് നമ്മൾ ഹോണ്ട കാർസ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാഹന വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഹോണ്ട കാർ വീണ്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നു. ഏറ്റവും പുതിയ 2026 ഹോണ്ട WRVയുടെ ലോഞ്ചിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഹോണ്ട ഇന്ത്യ ഷോറൂംസിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് മോഡൽസ് മാത്രമേ ഡിസ്പ്ലേയും ഡെലിവറിയും നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഒന്ന് ഹോണ്ട അമേസ് ആണ്, മറ്റൊന്ന് ഹോണ്ട സിറ്റി. ഇതുകൂടാതെ ഒരു SUV ദ ഹോണ്ട എലിവേറ്റ്. പ്രധാനമായിട്ടും ഈ 3 മോഡലുകളാണ് നമുക്കിപ്പോൾ ഹോണ്ട ഷോറൂംസിൽ കാണാൻ കഴിയുന്നത്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഹോണ്ട WRV, ഹോണ്ട CRV, ഹോണ്ട ജാസ്, സിവിക്, അങ്ങനെ ധാരാളം മോഡൽസ് നമുക്ക് ഹോണ്ട ഷോറൂംസിൽ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ വാർത്ത, നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം കേൾക്കാൻ കഴിയുന്നത്, ഹോണ്ട WRV വീണ്ടും നമ്മുടെ ഇന്ത്യൻ ഹോണ്ട ഷോറൂംസിലേക്ക് വീണ്ടും വരുന്നു. ഇനി പുതിയ ഹോണ്ട WRVയുടെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെക്കുറിച്ച്, പ്രൈസ്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി നോക്കാം. ഹോണ്ട എലിവേറ്റിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽസ് ഉൾക്കൊണ്ട് നമ്മുടെ ഹോണ്ട ജാസിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു 4 മീറ്ററിനുള്ളിലുള്ള ഒരു മിനി ക്യൂട്ട് SUV ആയിട്ടാണ് ഈ ഹോണ്ട WRV വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. പ്രധാനമായിട്ടും മാരുതി ബ്രെസ, നെക്സോൺ പോലുള്ള SUVകൾക്ക് ഏറ്റവും ഒരു സ്ട്രോങ് കോമ്പറ്റീഷനായിട്ടായിരിക്കും ഈ പുതിയ ഹോണ്ട WRV ലോഞ്ച് ചെയ്യുന്നത്. 8 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഉള്ള ഒരു ബഡ്ജറ്റിനുള്ളിൽ നിർത്തിയായിരിക്കും ഈ വാഹനം വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സുപരിചിതമായ 1.2 ലിറ്റർ പെട്രോളിൻ്റെ മാനുവൽ വേരിയൻറ്റും അതുപോലെ തന്നെ CVT ഓട്ടോമാറ്റിക് വേരിയൻറ്റും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ 1.5 ലിറ്ററിൻ്റെ ഒരു സ്പെഷ്യൽ ഓട്ടോമാറ്റിക് എഡിഷനും ഉടൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലുക്സിൻ്റെ കാര്യത്തിലും സേഫ്റ്റിയുടെ കാര്യത്തിലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഒപ്പം സ്പേസിൻ്റെ കാര്യത്തിലും ഈ SUV ഒരു സ്മാർട്ട് SUV ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇന്റീരിയർ തീമിലും അതുപോലെ ഫീച്ചേഴ്സിലും പ്രത്യേകം താല്പര്യം കമ്പനി ഇതിൽ കാണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോമ്പറ്റീറ്റേഴ്സിന് കിടപിടിക്കാനാവാത്ത ഇന്റീരിയർ ഫീച്ചേഴ്സ് ഒക്കെ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തും എന്നാണ് കമ്പനി പറയുന്നത്. അതിമനോഹരമായ ബ്ലാക്ക് തീമിലുള്ള ഇന്റീരിയേഴ്സും അഡാസ് ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ചേർത്ത ലേറ്റസ്റ്റ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ കമ്പനി ഉദ്ദേശിക്കുന്നത്. അതുപോലെ 10 വർഷം വരെ വാറണ്ടി കിട്ടുന്ന രീതിയിൽ 5 സ്റ്റാർ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാഹനം ലോഞ്ച് ചെയ്യുന്നതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഫ്രണ്ട് അഡാസ് ടു ആൻറ്റി കൊളിഷൻ ക്യാമറ ഫീച്ചേഴ്സ്, അതുപോലെ സൈഡിൽ ലെയിൻ വാച്ച് അസിസ്റ്റ് ക്യാമറ ഫീച്ചേഴ്സ്, ഫ്രണ്ട് വ്യൂ ക്യാമറ ഫീച്ചേഴ്സ്, അതുപോലെ റിവേഴ്സ് റെയർ വ്യൂ ക്യാമറ, ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ്, LED ഹെഡ്ലൈറ്റ്സ്, LED ടെയിൽ ലാംപ്സ്, DRLs, LED ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ എല്ലാ സ്മാർട്ട് സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഈ വാഹനം ഇറക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ സ്റ്റൈലിഷ് ആൻഡ് അട്രാക്റ്റീവ് ലുക്സ് ആണ്. ഒരു മിനി എലിവേറ്റ് SUV ആയിട്ടാണ് ഇതിനെ ലോഞ്ച് ചെയ്യുന്നത്. എലിവേറ്റിനെ മാത്രമല്ല, ബ്രസായ, നെക്സോണ് എല്ലാം വെല്ലുന്ന രീതിയിലുള്ള വളരെ സ്റ്റൈലിഷ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്സിലാണ് പുതിയ WRV ഹോണ്ട ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ അട്രാക്റ്റീവ് ഫ്രണ്ട് ബ്ലാക്ക് ഗ്രില്ല് വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇന്റീരിയർ സ്പേസും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ്സും റയർ സീറ്റ്സും എടുത്തു പറയേണ്ട പ്രത്യേകതകൾ തന്നെയാണ്. ബാക്ക് സീറ്റ്സ് മുന്നോട്ട് മടക്കിയിടുന്നത് കൂടാതെ പിന്നിലോട്ട് റിക്ലൈനിങ് അഡ്ജസ്റ്റ്മെന്റ്സും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് കാല് നിവർത്തി വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ധാരാളം സ്പേസ് ഇട്ടാണ് ബാക്ക് സീറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകുമ്പോൾ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് നല്ല തൈ സപ്പോർട്ട്, അതുപോലെ കാല് സ്ട്രെച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഒപ്പം തന്നെ നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ബാക്കിൽ ഇരിക്കുന്നവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സീറ്റ്സും റിക്ലൈനിങ്ങുമാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ്സ് രണ്ടും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതുപോലെ ഫ്രണ്ട് ഡ്രൈവേഴ്സ് സീറ്റ് മൾട്ടിവേ അഡ്ജസ്റ്റബിളുമാണ്. ഇലക്ട്രോണിക്കലി മൾട്ടിവേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് സീറ്റ്സ് ആണ്. അതുപോലെ ഇന്റീരിയർ തീമിനെ, ബ്ലാക്ക് തീമിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് ഫാബ്രിക്കിലും ലെതറും ചേർന്നിട്ടാണ് ഇതിൻ്റെ സീറ്റിങ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് ടെക്സ്ചറൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്ലാക്ക് മെറ്റീരിയലിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഹോണ്ട എലിവേറ്റിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡാഷും ബ്ലാക്ക് ലെതറിൽ വളരെ അട്രാക്റ്റീവായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹോണ്ട ജാസിൽ കാണുന്നത് പോലെ
നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസും പുതിയ ഹോണ്ട WRVയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈറ്റ്, സിൽവർ, ബ്ലൂ, ബ്ലാക്ക്, റെഡ് അങ്ങനെ 5 കളർ ഷെയ്ഡ്സിലാണ് ഈ പുതിയ WRV ഹോണ്ട ലോഞ്ച് ചെയ്യുന്നത്. ഈ പുതിയ WRVയുടെ ഒരു ഇലക്ട്രിക് പതിപ്പിനെ കുറിച്ചും കമ്പനി സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു, ആലോചിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു വാർത്ത. കോൺഫിഡൻഷ്യൽ ന്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. മോർ ദൻ ലാസ്റ്റ് 3 decades ആയിട്ട് നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ഓടിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ പ്രിയപ്പെട്ട ഒരു വാഹനമാണ് ഈ ഹോണ്ട. നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ ധാരാളമായിട്ട് ഓടി കരുത്ത് തെളിയിച്ചിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് ഹോണ്ടയുടേത്. അതുകൊണ്ട് ഈ പുതിയ WRVയുടെ ഡ്യൂറബിലിറ്റിയെക്കുറിച്ചും ക്വാളിറ്റിയെക്കുറിച്ചും എല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വാഹനം വീണ്ടും ഹോണ്ട നമ്മുടെ ഇന്ത്യൻ ഷോറൂംസിലേക്ക് 10 ലക്ഷം രൂപ താഴെയുള്ളൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് മോഡൽ ഉൾപ്പെടെ എത്തിക്കുന്നു.